അപ്പൊ അമ്മ പറഞ്ഞ 3 ഘട്ടങ്ങൾ ഒരു ഘട്ടത്തോടെ അവസാനിക്കുകയാണ് വിവാഹത്തിന് മുമ്പുള്ള ജീവിതം. പിന്നീട് മിസ്സിസ് കുളത്തൂപ്പുഴ രവീന്ദ്രനായ രവിയേട്ടനെ എങ്ങനെയാ ജീവിക്കുന്ന എന്താ വരുമാനം ഒന്നും എനിക്കറിയില്ല. വല്ലപ്പോഴും കിട്ടുന്ന ഈ പ്രോഗ്രാം മാത്രമാണ് രവിയേട്ടൻ അവിടെ ഉള്ളത് വരുമാനം. പക്ഷെ എന്റെ കാര്യത്തിൽ ഒരു കുറവും വരുന്നില്ല. ഒന്നുമല്ല, മൊത്തം കടം വാങ്ങിച്ചായിരുന്നു. എന്നെ കൊണ്ടുവന്നില്ലേ. അപ്പൊ പിന്നെ ശരി, എന്നോട് ആ ഒരു ഇല്ലായ്മ കാണിക്കാൻ പറ്റൂലല്ലോ. 1975 ജനുവരി മാസം 25-ാം തീയതിയാണ് ഞങ്ങൾ മദ്രാസിൽ വണ്ടി ഇറങ്ങുന്നത്, ട്രെയിൻ. അപ്പം ഞാൻ ആദ്യമാണ് ട്രെയിൻ കാണുന്നത്, ആദ്യമാണ് മദ്രാസ് എന്ന് പറയുന്ന ഒരു സാധനം എന്താണെന്നുള്ള കാണുന്ന നഗരം കാണുന്നത്. ഞാൻ രവിയേട്ടൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നീട് പിൽക്കാലത്ത്, എന്തിനാണ് രവിയേട്ടൻ ഇത്ര ബുദ്ധിമുട്ടിയെന്ന്. ഇത്രയും ബുദ്ധിമുട്ടി ചേട്ടൻ്റെ നടി കൊണ്ടോ വീട്ടുകാരെ എല്ലാം വെറുപ്പിച്ചു വെച്ചാൽ അവരുടെ വീട്ടുകാരെന്ന് വെച്ചാൽ നല്ല വീട്ടുകാരായിരുന്നു. ഞാൻ മുഖേനയാണ് ഇവരെല്ലാവരും തെറ്റിയത്. മറുപടി എന്തായിരുന്നു? രവിയേട്ടൻ പറഞ്ഞു, എനിക്ക് നിന്നെ വേണമായിരുന്നു, നിന്നെ കിട്ടണമെന്ന് എനിക്ക് വേണമായിരുന്നു, നീ ഇങ്ങനെ വിചാരിച്ചെന്നറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ വേണം നിർബന്ധമായിരുന്നു. അങ്ങനെ വീട്ടുകാരും ഇല്ലാതെ കിള്ളിപ്പാലം രജിസ്ട്രാർ ഓഫീസിൽ രവീന്ദ്രൻ മാഷും, അന്ന് മാഷല്ല കുളത്തൂപ്പുഴ രവീന്ദ്രൻ എന്ന പാട്ടുകാരനും ശോഭന എന്ന് പറയുന്ന ഒരു നാട്ടുംപുറത്തുകാരി 16 വയസ്സുകാരി, ഇവരുടെ വിവാഹം നടക്കുകയാണ്. അതിനുശേഷം മദ്രാസിലേക്കായിരിക്കും. ഇല്ല, അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ കുറെ കാലം. അമ്മ പറഞ്ഞ 3 ഘട്ടങ്ങൾ ഒരു ഘട്ടത്തോടെ അവസാനിക്കുകയാണ് വിവാഹത്തിന് മുമ്പുള്ള ജീവിതം. പിന്നീട് മിസ്സിസ് കുളത്തൂപ്പുഴ രവീന്ദ്രനായ അതെ. അല്ല, അതിനുശേഷം ഞങ്ങൾ കുറച്ചുനാൾ തിരുവനന്തപുരത്ത് നിന്ന് രവിയേട്ടൻ തണ്ടർബേഴ്സ് എന്നൊരു മ്യൂസിക് ട്രൂപ്പിൽ പാടിക്കൊണ്ടിരിക്കും. തിരുവനന്തപുരത്ത് ഒരു വലിയ പ്രബലമായിട്ടൊരു ട്രൂപ്പായിരുന്നു തണ്ടർബേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. അന്ന് അതിൽ മെയിൻ സിംഗറായിരുന്നു പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ തിരുവനന്തപുരത്തായിരുന്നു താമസിക്കുന്നത്. ഞങ്ങൾ ഈ അരിസ്റ്റോയിൽ തന്നെയാണ് കുറേ നാൾ താമസിച്ചത്. പിന്നെ സ്റ്റീഫൻ്റെ വീട്ടിലും ഒക്കെ ആയിട്ട് കുറേ നാൾ താമസിച്ചു. പിന്നെ അതിനുശേഷം കൊല്ലത്ത് KS ജോർജിൻ്റെ ട്രൂപ്പിൽ രവിയേട്ടൻ പാടി. അപ്പോൾ അങ്ങനെ അവിടെ പോയി കുറേ നാൾ താമസിച്ചു. അങ്ങനെയൊക്കെ നാട്ടിൽ ഏകദേശം ഒരു 7-8 മാസം നാട്ടിൽ തന്നെ പലയിടത്ത്. വീട്ടിലോട്ട് പോയില്ല, നാട്ടിലോട്ട് അങ്ങോട്ട് പോയിട്ട് ആരുമില്ലല്ലോ, അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചു. ഇതിൻ്റെ ഇടയ്ക്കും എന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി, അപ്പോൾ എനിക്ക് പരീക്ഷ എഴുതുമെന്ന് വെച്ചാൽ ഞാൻ നിർബന്ധമായിരുന്നു എനിക്ക് എഴുതണം എന്നുള്ള കാര്യം. നമ്മൾ അത്രയും പഠിച്ചല്ലോ. എന്നെ അഞ്ചൽ കോളേജിൽ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ചേർത്തു. അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഞാൻ പരീക്ഷ എഴുതി. 2 മാസം അവിടെ താമസിച്ചിട്ടാണ് എക്സാം എഴുതിയത്. അതിനുശേഷമാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് ഈ കൊല്ലത്ത് ട്രൂപ്പും കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ രവിയേട്ടന് ഒന്നും ട്രൂപ്പിൽ മാത്രമായിട്ടൊന്നും പോരല്ലോ, കുടുംബമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് രവിയേട്ടനെ എങ്ങനെയാണ് ജീവിക്കുന്ന എന്താ വരുമാനം ഒന്നും എനിക്കറിയില്ല. വല്ലപ്പോഴും കിട്ടുന്ന ഈ പ്രോഗ്രാം മാത്രമാണ് രവിയേട്ടൻ അവിടെ ഉള്ളത് വരുമാനം. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തുന്നില്ല. നല്ല ലാവിഷായിട്ടാണ് ഹോട്ടലിൽ താമസിക്കുന്ന, ഏത് റെസ്റ്റോറൻറ്റിൽ താമസിക്കുന്ന, ഭക്ഷണമാണെങ്കിലും ശരി, ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷേ കുറേ നാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഈ ഹോട്ടലിൽ എന്താ ഇങ്ങനെ താമസിക്കുന്ന മനസ്സിലായത് ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രവിയേട്ടനെ കാണാൻ വരുന്നുണ്ട്. ഒക്കെ എൻ്റെ ഫ്രണ്ട്സാ പറഞ്ഞ് വിളിച്ചവർ മാറിപ്പോയെന്ന് സംസാരിക്കും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സുമാരി എനിക്ക് തോന്നിയില്ല. ഇവരുടെ സംസാരത്തിൻ്റെ രീതി കണ്ടിട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മുഖഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ രവിയേട്ടനോട് ചോദിച്ചു, ഇവരൊക്കെ എന്താ? ഇല്ല, എൻ്റെ ഫ്രണ്ട്സാ എല്ലാവരും വന്നിട്ട് ശരിയെന്നുണ്ട്. ഒന്നുമല്ല, മൊത്തം കടം വാങ്ങിച്ചായിരുന്നു. എന്നെ കൊണ്ടുവന്നില്ലേ. അപ്പോൾ പിന്നെ ശരി, എന്നോട് ആ ഒരു ഇല്ലായ്മ കാണിക്കാൻ പറ്റൂലല്ലോ. അവിടെ മുഴുവനും ശരി കടം വാങ്ങിച്ചിട്ടാണ് ഈ ആർഭാട്ടം കാണിക്കുന്ന മുഴുവനും. അതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ അവസാനം ഞാൻ ചോദിച്ചപ്പോൾ അവസാനം പറഞ്ഞു, ഇല്ല, ഞാനിങ്ങനെ കുറേ ഇതാണ് വർക്കാപ്പാടി ഇത് മാത്രമല്ലേ നടക്കുള്ളൂ, വല്ലപ്പോൾ നമുക്ക് പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. അവന് പക്ഷേ നമുക്ക് ഇപ്പോഴും ഞാൻ രവിയേട്ടനോട് പറഞ്ഞു കേട്ടോ, അന്ന് നമ്മളൊരു അത്രേ ഉള്ളെങ്കിലും ശരി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്നും വലിയൊരു പണക്കാരുടെ വീട്ടിലെ കുട്ടിയല്ലല്ലോ, ഞാൻ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നല്ലവരുന്ന്. എനിക്കിങ്ങനെ ആർഭാടൊന്നും ഞാൻ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരാളെന്നെ കൊണ്ടുപോകാൻ അത്രേ ഉള്ളൂ. അതിനിപ്പോൾ നമ്മൾ അങ്ങനത്തെ ജീവിതമാണെന്ന് ഒന്നും ശരി അന്നത്തെ കാലത്ത് സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. ഇനി ഒരു വലിയ സ്വപ്നം ഉണ്ടോ ഒന്നും അറിയില്ല. ആ രീതിയിലായിരുന്നു. എങ്ങനെയോ ജീവിക്കാൻ നമ്മൾ തയ്യാറായി. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എങ്ങനെയും ജീവിക്കാൻ തയ്യാറെടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും എന്നെ കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ തുടർന്ന് ജീവിക്കേണ്ടുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ശരി, എത്ര നാളെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് രവിയേട്ടാ ഇതൊക്കെ നിർത്തും, നമുക്ക് എവിടെയെങ്കിലും ചെറിയ വീടെടുത്ത് താമസിക്കാം, അത്ര തന്നെ അത് മതി, അങ്ങനെയൊക്കെയുള്ള പറഞ്ഞു. പിന്നെ ഞങ്ങൾ കൊല്ലത്തൊരു ചെറിയ വീടെടുത്തിട്ട് കുറച്ച് നാൾ അവിടെ താമസിച്ചു. ഇങ്ങനെയൊക്കെയായിരുന്നു കുറച്ച് നാൾ. 10 മാസം വരയ്ക്ക് അങ്ങനെ എടുക്കാം. 10 മാസം വരയ്ക്ക് 10 മാസമൊന്നും ഇല്ല, ഒരു 4-5 മാസം. ഈ കൊല്ലത്ത് താമസിക്കുന്ന സമയത്താണ് ഈ ട്രൂപ്പിലൊക്കെ പാടിയൊന്നും കിട്ടില്ല, വളരെ കുറച്ച്. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞ് തിരിച്ച് മദ്രാസിൽ പോയേ പറ്റുള്ളൂ. അവിടെ ഒരു ഭാഗ്യപരീക്ഷണം നടക്കുന്നൊന്നും ആയിട്ടില്ലായിരുന്നു. കോറസ് പാട്ടും ഇടയ്ക്ക് മുണ്ടുമുറിയോ കിട്ടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ശരി, അവിടെ പോയാലും എനിക്ക് പരീക്ഷണം നടത്താൻ പറ്റുള്ളൂ. സിനിമ അവിടെ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പോകണം. അപ്പോൾ വലിയ പ്രശ്നം ഉദിച്ചു, എന്നെ എവിടെ നിർത്തിയിട്ട് പോകും, 2 വീട്ടുകാർക്കും വേണ്ട. അപ്പോൾ എന്നിട്ട് ശരി, എവിടെ നിർത്തും എന്നുള്ളൊരു പ്രശ്നമായി. അങ്ങനെ നിർത്തുന്നത്. അവസാനം എൻ്റെ അമ്മയുടെ അനിയത്തി ഒരു
നാട്ടിൽ തന്നെയാണ് ഉണ്ട്. എൻ്റെ കുഞ്ഞമ്മയാണ് ശരിക്കും പറഞ്ഞ് എന്നെ ഒരുപാട് വളർത്തുന്നത്, അമ്മയൊക്കെ കൂടി സ്നേഹിച്ച് വളർത്തിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ അവിടെ നിർത്തിയിട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ കുഞ്ഞമ്മ തീർച്ചയായിട്ടും എന്നെ സ്വീകരിക്കും, നിർത്തുന്നത്. അങ്ങനെ അവിടെ പോയി പറഞ്ഞ് എന്നെ അവിടെ നിർത്തിയിട്ട് രവിയേട്ടൻ വന്നിട്ട് മദ്രാസിൽ ഈ വീട് പോയി എവിടെയെങ്കിലും ഒരു വീട് ഒപ്പിച്ചിട്ട് കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മദ്രാസിൽ കൊണ്ടുപോയത്. പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളവരെ അറിയുന്നത്. കാരണം വെച്ചാൽ കൊല്ലത്ത് താമസിക്കുന്ന ഒരു കൊക്കോപ്പുഴുവിൻ്റെ അസുഖം വന്നു. കൊക്കോപ്പുഴുവിൻ്റെ അസുഖം വന്നതിന് ശേഷം പിന്നെ അങ്ങനെ തന്നെ അത് ഇപ്പം എൻ്റെ കുഞ്ഞമ്മയൊക്കെ പറയും അവിടെ വയറ്റിൽ കൊക്കോപ്പുഴു എന്തേലും ശരി 3-4 പോയ ഒരാൾ 1 മാസം കഴിഞ്ഞിട്ട് വന്നില്ല. 1 മാസം പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അന്ന് ഈ കത്ത് തന്നെ കത്ത് വരുമ്പോഴത്തേക്ക് ഉടനെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അപ്പം പ്രഗ്നൻ്റ് ആണെന്ന് അറിയിച്ചിട്ടും വന്നില്ല. 2 മാസമായി, 3 മാസമായി, 4 മാസമായി, പിന്നെയും പ്രശ്നമായി. കത്ത് സ്ഥിരമായിട്ട് വരുന്നുണ്ട്, ഇങ്ങനെ ഉടനെ വരുന്നുണ്ട് എന്നൊക്കെ അല്ലാതെ ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്ക് ഇവിടെ രവിയേട്ടൻ്റെ വീട്ടുകാർ മുഴുവനും പറഞ്ഞു വരുത്താൻ തുടങ്ങി. ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ 1 വർഷക്കാലം അതിന് മേലെ ഉണ്ടാവില്ല, വിട്ടിട്ട് പോകുന്നത് പോയി അവനും വരില്ല എന്നുള്ള നാട് മുഴുവനും വീണ്ടും ഇതേ പ്രശ്നമായി. ഈ 3-4 മാസം നമുക്ക് തന്നെ സംശയം തോന്നി തുടങ്ങി, ഇത്രയായിട്ട് ചിന്ത വരാത്ത എന്നുള്ള കാര്യമാണ്. ഈ കുഞ്ഞമ്മയും ചിറ്റപ്പനും ആകപ്പാടെ പ്രശ്നത്തിലായി. നമ്മുടെ ഉത്തരവാദിത്തം എടുക്കണ്ടേ, അവിടെ കൊണ്ട് വിട്ടിട്ട് പോയില്ലേ. അല്ല വന്നില്ല, അമ്മ വന്നില്ല. പക്ഷെ അയ്യോ അമ്മയല്ലേ, അമ്മ എന്തറിയുമോ, അമ്മ അടുത്ത് തന്നെ കുറച്ചപ്പോൾ തന്നെ വീട്. അമ്മ രാവിലെ പാലൊക്കെ കാച്ചി അവിടെ വെക്കും, എന്നിട്ട് വന്നിട്ട് ആങ്ങളോടൊക്കെ പറഞ്ഞേക്കും. അമ്മ അവിടെ ഉണ്ടാവില്ല. പാല് കാച്ചി വെച്ചിട്ടുണ്ട്, പലഹാരം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കഴിക്കാൻ പോകാനുണ്ട് പാവം എന്നിട്ട് അങ്ങനെയൊക്കെ പറയും. അത് അമ്മ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഇതാണ് കേട്ടോ. അമ്മ വന്നിട്ട് ശരി, പക്ഷെ എന്നെ കാണൂല, എന്നെ കാണാമെന്ന് ഇവിടെ കൊളിഞ്ഞുമ്പോഴത്തേ കാണുള്ളൂ, എന്നെ കാണില്ല. അങ്ങനെ വന്നിട്ട് അങ്ങനെ എന്തായാലും ശരി 3-4 മാസമായപ്പോൾ കുഞ്ഞമ്മയ്ക്കൊക്കെ ടെൻഷനായി. എന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യും അങ്ങനെ. അപ്പോൾ അങ്ങനെ എന്തുമായാലും ശരി എല്ലാവരും ഊഹാഭോഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ എത്തി. അങ്ങനെ 5 മാസമായപ്പോഴത്തേക്ക് 5 മാസമായ സമയത്തേക്ക് അപ്പോൾ എനിക്ക് നല്ല വയറ്. അവിടെ കൊളത്തുപുഴ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ശരി പ്രശ്നമില്ല, അത് സാധാരണ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 2 ദിവസം താമസിച്ചിട്ട് നമ്മൾ ഞങ്ങൾ മദ്രാസിലേക്ക് പോയി. ആദ്യത്തെ മദ്രാസ് യാത്ര 75 മാസം വയറ്റിൽ 2 ഗർഭിണി, അന്ന് 2 മക്കളെന്ന് അപ്പോഴറിയില്ല, അവിടെ പോയപ്പോഴാണ് അറിയുന്നത്. ഫെബ്രുവരി 1975 ജനുവരി മാസം 25-ാം തീയതിയാണ് ഞങ്ങൾ മദ്രാസിൽ വണ്ടി ഇറങ്ങുന്നത്, ട്രെയിൻ. അപ്പോൾ ഞാൻ ആദ്യമാണ് ട്രെയിൻ കാണുന്നത്, ആദ്യമാണ് മദ്രാസ് എന്ന് പറയുന്ന ഒരു സാധനം എന്താണെന്നുള്ള നഗരം കാണുന്നത്. ഒരു നഗരം കണ്ടിട്ടില്ല എങ്കിലും എനിക്കൊരു. അപ്പോൾ എനിക്ക് പേടിയായി ഇവിടെ ചെന്നപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ഈ ഒരു വലിയ ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ എന്തൊരു ജനക്കൂട്ടം, എത്ര ജനക്കൂട്ടം. ശരി, ഈ ജനത്തിൽ എനിക്ക് അന്ന് പേടിയതാ, നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും എന്താകുമോ എന്നുള്ള പേടിയാണ്. അങ്ങനെ ഒരു പോയി ഇറങ്ങി. ഇന്ന് രവിയേട്ടൻ്റെ അപ്പം അടയാറാണ് ഈ ഒരു വീട് എടുത്തിരിക്കുന്നത്. 75 രൂപ വാടക. 75 രൂപയുടെ ഒരു വീടാണ്. വാടക വെച്ചാൽ ഒരു പോർഷൻ വരുന്നിട്ട് ഒരു അടുക്കളയും ഒരു റൂമും മാത്രം. അതാണ് ശരി. അടുക്കളയിൽ കൂടെ എൻട്രൻസ്, അത് അടുക്കള കഴിഞ്ഞിട്ട് ഒരു ഉള്ളിൽ പുറത്ത് ബാത്റൂമൊക്കെ ആയിട്ട് ഒരു 75 രൂപയ്ക്ക് വീട്. അവിടെ അത്യാവശ്യം ഒരു സ്റ്റവ്, ഒരു പായ്, അങ്ങനത്തെ അത്യാവശ്യം സാധനം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ മദ്രാസ് വാസം ആരംഭിക്കുന്നത്. 75-ാം വർഷം, അല്ല 1975 ഞങ്ങൾ ആദ്യമായിട്ട് മദ്രാസിൽ പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു. കാരണം നമുക്ക് തനിയെ ജീവിച്ചാൽ അറിയില്ല, ഇങ്ങനെ തുടങ്ങുമെന്ന് അറിയില്ല. പക്ഷെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ചെന്നതിന് ശേഷമാണ് ഈ 4 മാസം രവിയേട്ടൻ വരാതിരുന്നതിൻ്റെ കാരണം ഇത് ഇത്ര ഒപ്പിക്കാനുള്ള പൈസ ഇല്ലല്ലോ. ഈ ഒരു വീട് എടുക്കാതെ എന്നെ എങ്ങനെ കൊണ്ടുവരിക? അത് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ശരി വെറുതെ കൊണ്ടുവന്ന് താമസിക്കുന്ന സ്ഥലം വേണ്ടേ. രവിയേട്ടനെ കൂട്ടുകാരുടെ കൂടെയൊക്കെ താമസിച്ചിരുന്നത്. ആദ്യം ചേട്ടൻ്റെ കൂടെയൊക്കെയായിരുന്നു കുറേ നാൾ താമസിച്ചിരുന്നത്. പിന്നെ വേറെ കുറേ പണ്ടത്തെ വിജയ നടനുണ്ടല്ലോ അവരോട് താമസിച്ച് അങ്ങനെയൊക്കെയാണ് രവിയേട്ടൻ അഡ്ജസ്റ്റ് പോയത്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്നും ശരി എന്നോടൊന്നും ഞാൻ ചെറുതായതുകൊണ്ടും പിന്നെ പുതിയൊരു വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് പറഞ്ഞാൽ ഞാൻ പേടിക്കുമെന്ന് പിടിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. മദ്രാസ് ചെന്നതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമാകാൻ തുടങ്ങിയത്. ശരി, എൻ്റെ പൈസ ഒന്നും ഇല്ല. എപ്പോഴെങ്കിലും ഒരു കോറസ് പാട്ട് കിട്ടുന്ന പൈസയാണ്. അതിനൊന്ന് കിട്ടുന്ന 75 രൂപയാണ്. 75 രൂപ 9 രൂപ കൺവീൻസ്, 84 രൂപയാണ് അന്നത്തെ ഒരു കോറസ് പാട്ടിന് കിട്ടുക. ഇതിൽ 75 രൂപ വാടകയാണ്. ഒരു കുടുംബം ജീവിക്കണമെങ്കിൽ അത് ദിവസമൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസമാണോ 75 രൂപ? ഒരു മാസം അങ്ങനല്ല, ഒരു കോറസ് പാട്ട് പാടാമോ? കോറസ് പാടാമോ? വാടക 75 രൂപ, അത് ഒരു മാസം. അതല്ല. അപ്പം അങ്ങനെ ഉള്ളൊരു ഇതാണ്. ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സ്റ്റൗ എല്ലാം കടവാ. എല്ലാം ആരെയൊക്കെയോ കാലും കൈയും പിടിച്ച് എല്ലാം വാങ്ങിച്ച് എല്ലാം ഒപ്പിച്ച് വെച്ച് നമ്മളെ കൊണ്ടുവരുമ്പോൾ ഇത് വേണമെന്നില്ല. അപ്പോൾ ഇതിനാണ് 4 മാസം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ആയിരുന്ന സമയത്ത് ആണെങ്കിൽ ആരെങ്കിലും ചോദിച്ചു തരും. വെറുതെ ഒരാൾ ചോദിച്ചു കൊടുക്കും. അതിൻ്റെ വീട്ടിൽ നേരത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പോരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും കൊടുക്കില്ലല്ലോ എല്ലാവരും. അപ്പോൾ ഇത്
എഴുത്തുകാരൻ എന്തുമാത്രം ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞു. എന്നെ ഒരു ചേച്ചിയുടെ ഒരു ഷീല ചേച്ചി ഉണ്ടാകും. ഷീല ചേച്ചി എല്ലാം പറഞ്ഞു രവിയുടെ ആ ബുദ്ധിമുട്ട് ഓരോരുത്തരുടെയും ശരി പോയി ഇങ്ങനെ ശോഭയെ കൊണ്ടുവരണം, അതുകൊണ്ട് ശരി വീട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇത് ഒപ്പിച്ചെടുക്കാൻ പെട്ട പാട്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെയൊക്കെ ആണെങ്കിൽ രവിയേട്ടൻ്റെ ഏറ്റവും വലിയ ഒരു തോന്നിച്ചാൽ ഞാൻ അന്നും ഇന്നും വിചാരിക്കും, ഞാൻ രവിയേട്ടൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നീട് പിൽക്കാലത്ത്, എന്തിനാ രവിയേട്ടൻ ഇത്ര ബുദ്ധിമുട്ടിയെന്ന്. ഇത്രയും ബുദ്ധിമുട്ടി ചേട്ടൻ്റെ നടി കൊണ്ടു വീട്ടുകാരെ എല്ലാം വെറുപ്പിച്ചു വെച്ചാൽ അവരുടെ വീട്ടുകാരെന്ന് വെച്ചാൽ നല്ല വീട്ടുകാരായിരുന്നു. ഞാൻ മുഖേനയാണ് ഇവരെല്ലാവരും തെറ്റിയത്. മറുപടി എന്തായിരുന്നു? എല്ലാം ഞാൻ ചോദിക്കും കേട്ടോ, എന്തിനു വേണ്ടിയായിരുന്നു ശരി. ഞാൻ എപ്പോഴും വിചാരിക്കും അത്രയും വലിയ ഒരു എന്താ പറയുക, അങ്ങനെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു അങ്ങനെ നേട്ടമെന്നാണ് ഞാൻ എന്നെ പറ്റി ഒരിക്കലും കരുതിയിട്ടില്ല. അത് ശരി. പക്ഷേ രവിയേട്ടൻ അത് അങ്ങനെയാണ് കരുതിയത്. രവിയേട്ടൻ പറഞ്ഞു, അല്ല എനിക്ക് നിന്നെ വേണമായിരുന്നു, നിന്നെ കിട്ടണമെന്ന് എനിക്ക് വേണമായിരുന്നു, നീ ഇങ്ങനെ വിചാരിച്ചെന്നറിയില്ല, പക്ഷേ എനിക്ക് നിന്നെ വേണം നിർബന്ധമായിരുന്നു എന്നുണ്ടായിരുന്നുകൊണ്ടാണ് ഒരു അവസാനം വരിക്കും ശരി ആ ഒരു സ്നേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് വന്നിട്ട് ശരി നമ്മൾ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ അതൊക്കെ ശരി, അതൊരു ലൈഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഞങ്ങൾ അധികം പിണക്കില്ല കേട്ടോ. കാരണം അത് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു, വഴക്കുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. വീട്ടിൽ കലഹം. ഒരു സംശയം ചോദിച്ചു, ഇച്ചിരി ഒന്ന് ബാക്കിലോട്ട് ഞാൻ തിരിച്ചു പോയിട്ട് 5 മാസം കാണാതിരുന്ന് തിരിച്ചു വന്നപ്പോൾ പരിഭവമൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു അത് വെച്ചിട്ട് അപ്പോഴും എന്നോടൊന്നും പറഞ്ഞില്ല. ഇല്ല മോളെ നിനക്കറിയില്ല, എന്നെ മോളെ എന്ന് വിളിക്കും. അന്നും ശരിയും ലാസ്റ്റ് വരിക അങ്ങനെ വിളിക്കുള്ളൂ. ഇല്ല നിനക്കറിയില്ല, അവിടെ അതൊക്കെ ഒന്ന് വീടൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്, അവിടെയൊക്കെ ഞാൻ വീടൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ശരി. എന്നിട്ട് അങ്ങനെ എടുക്കാതെ വന്നു നിന്നെ കൊണ്ട് ഞാൻ എവിടെ നിർത്തും, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ 75 രൂപയ്ക്ക് എടുത്ത വീട്ടിലാണോ ആദ്യത്തെ കുട്ടി? അതെ. ഒരു ഫാനില്ല, ഒന്നുമില്ലാത്ത ഒരു ഫാൻ. മെയ് മാസത്തിൽ എൻ്റെ കുട്ടികൾ ജനിച്ചെന്ന് ആലോചിക്കണം. പൊട്ട ഈ കത്തിരിച്ചൂടെന്ന് പറയും നട്ടാസിലൊക്കെ, കത്തിരിച്ചൂടെന്ന് പറയുന്നതില്ലേ, വീട്ടിലൊരു ഫാനില്ല. ഞാൻ എക്മോർ ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അതിന് ഗർഭിണിയായിട്ടിരിക്കാൻ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ശരി ചൂട് ശരിയും ഒക്കെ ഒരു കാലം എന്ന് വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ ഇതൊക്കെ ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഏതൊരു ഘട്ടത്തിലൂടെയാണ് ഭഗവാൻ നമ്മളെ കൊണ്ടുപോയി എവിടെയോ ഉയരത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നതിന് ഒരു കാരണം കൂടി വിട്ടാണ് ഞങ്ങൾ ടെലികാസ്റ്റ് ഇതിലെ കൂടി ശരി അറിയും. ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി അത് നമുക്ക് ഈ കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റില്ല, ഒരു സംഭവം പോലും മറക്കാൻ പറ്റില്ല. എനിക്കിന്നും ഓർമ്മയുണ്ട്, രവിയേട്ടൻ രാവിലെ ഇറങ്ങും അവിടുന്ന് എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലാണ് കോഴ്സ് കിട്ടുന്നത്. അപ്പോൾ കോടമ്പാക്കത്താണ് ഈ ചാൻസൊക്കെ തേടി പോകേണ്ടത്. ഞങ്ങൾ താമസിക്കുന്ന അടയാറാണ്, അവിടെയാണ് എടുക്കാൻ പറ്റുന്നത്. അന്ന് വന്നിട്ട് അടയാറ് റിച്ച് ഏരിയ ആണ്, പക്ഷെ അതൊരു 10 പോർഷനുള്ള വീടിൻ്റെ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ രവിയേട്ടൻ രാവിലെ ബസ്സിൽ രാവിലെ എണീറ്റ് പോയി എന്തിനാ പോകുന്നത്, അന്നത്തെ കളക്ഷന് പോവാണ്. അന്നത്തെ ചിലവിന് നമുക്ക് വേണ്ടുന്ന പൈസ. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് മദ്രാസിൽ എന്നെ കൊണ്ടുവന്ന് ആദ്യം ടെസ്റ്റിന് പോയപ്പോൾ, അപ്പോൾ എനിക്കൊന്നും വേണ്ടായിരുന്നു, കഴിക്കാതിരുന്നുകൊണ്ട് ഒരുമാതിരി ഇരുന്ന്. ആദ്യം ശ്രീലാ നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റിന് പോയപ്പോൾ ഡോക്ടർ ആണ് പറഞ്ഞിട്ട് ഈ കുട്ടി ഭയങ്കരമായിട്ട് പെയിലായിട്ടിരിക്കണം, എന്നിട്ട് ഒരു ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അനിമിക്കായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് അന്ന് എക്സ്റേ എടുത്ത്. അപ്പോൾ എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ സംശയം ഉണ്ടായിരുന്നു, വയറ് നല്ലപോലെ ഉണ്ട്, 5 മാസം ഉണ്ടെങ്കിലും വയറ് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ സംശയം ഉണ്ടായിരുന്നു. പിറ്റേന്ന് എക്സ്റേ എടുത്തിട്ട് റിസൾട്ടിന് രവിയേട്ടൻ മാത്രം ചെന്നാൽ മതി ഡോക്ടർ പറഞ്ഞു. ചെന്നപ്പം ട്വിൻസ് കൺഫേം ആണ് അന്ന്, പക്ഷെ എന്നോട് പറയരുതെന്ന് പറഞ്ഞു ഡോക്ടർ. എനിക്കിപ്പോൾ 18ാമത്തെ വയസ്സ് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്ര കൊച്ചു കൂട്ടിയിട്ട് ഇപ്പോൾ ഈ ഇരട്ട കുട്ടിയോടാണ് ആദ്യം ഇരിക്കുന്നത്, അതിന് പേടിയാകുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാരം തരയിൽ കയറ്റി. പൈസയില്ല, വർക്കില്ല, പൈസയില്ല, ആരും ബന്ധുക്കളില്ല. ആലോചിച്ച് നോക്കും ഒരു മനുഷ്യൻ്റെ അവസ്ഥ, ഒറ്റ ബന്ധുക്കളില്ല, ചോദിക്കാനും പോലും ആരുമില്ല, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ ആരുമില്ല. എൻ്റെ ആൾക്കാരും ഇല്ല, രവിയേട്ടൻ്റെ ആൾക്കാരും ഇല്ല, എല്ലാവരും സഹകരണം വിട്ടിട്ട് നിൽക്കുകയാണ് കംപ്ലീറ്റ്. പിന്നെ അതിനോട് നോക്കിയപ്പോൾ കാണാം ഭഗവാന്റെ കൂടുതൽ എനിക്ക് 2 മക്കളുണ്ട്, 2 ട്വിൻസ്. അപ്പോൾ ഭാര്യ നല്ലപോലെ നോക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, 2 കുട്ടികൾ വളരുന്നതാണ് നിൽക്കുന്നത്. എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എൻ്റെ വീട്ടിൽ എന്നിട്ട് ശരി, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ചാൻസൊക്കെ വളരെ കുറവായിരിക്കും കിട്ടുന്നത്. ഒന്നാമതേ അടയാർന്ന് പാടുമ്പോൾ കുറേ ദൂരമുണ്ട്. ഇപ്പോൾ ഈ കോറസൊക്കെ പാടുമ്പോൾ അപ്പോൾ അവിടെ കിട്ടുന്ന ആൾക്കാരെ വിളിച്ചൊക്കെ പാടിക്കുക വരുമോ എന്നിട്ട് ശരി. അപ്പോൾ നേരത്തെ പറഞ്ഞ് ഇതിൽ നിന്ന് വേറെ നമ്മൾ ഇത് കൊടുക്കണം, പറ ഈ കോറസിന് വിളിക്കുന്ന പ്രൊഫഷണൽമാർക്കൊക്കെ ഏജൻറ്റിന് കമ്മീഷൻ കൊടുക്കണം എന്നുള്ളതാണ്. ഈ വാടക കൊടുക്കാൻ താമസിച്ചിട്ടൊക്കെ ഈ വീട്ടുകാരൊക്കെ നമ്മളെന്തോ ഒരു ചീത്തയാണ് പറഞ്ഞിട്ടറിയാമോ, ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ശരി. എനിക്കൊന്നും തമിഴിൻ്റെ ഒരു അക്ഷരം പോലും അറിയില്ല, എന്നെ ചീത്ത പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുമെന്നല്ല, ഒന്നും പറ്റുമില്ല, നല്ല ചീത്തയാണെന്ന് മനസ്സിലാവും. അങ്ങനെ നമ്മളെ അവമാനിക്കുമായിരുന്നല്ലോ. എന്തായാലും ശരി അവിടെ വെച്ച്. അപ്പോൾ ഞാൻ പോയിട്ട് കിടക്കുന്ന സമയത്ത് പടിക്കെട്ടി ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരു ഗ്യാപ്പ് വരുമല്ലോ, ഒരു സ്ഥലത്തുണ്ട്. ഞാൻ കാറ്റിന് വേണ്ടി അവിടെ ഇങ്ങനെ പോയി കിടക്കും. അപ്പം നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഒരു ഇറോസ് ഗാർനെറ്റ് എന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇത് അപ്പവും എഗ് മസാല, ചിക്കനും എഗ്ഗെല്ലാം ചെയ്യുന്ന മസാല, അതുകൊണ്ട് എൻ്റെ നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പോൾ എൻ്റെ സ്മെല്ല് കേൾക്കും. ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. ആകെപ്പാടെ ഞങ്ങളൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന സാധനമായി കഴിക്കുന്നത്. എന്തായാലും പ്രസവമൊക്കെ ശരിയല്ല. ആ സമയത്ത് ഒരുപാട് ടെൻഷൻ പെട്ടു. ആ സമയത്ത് ഈ പറഞ്ഞിട്ട് ആ സമയത്ത് രവിയേട്ടൻ എന്താ വെച്ചാൽ ഈ ട്വിൻസും കൂടെ ഈ ഫ്രണ്ട്സ് എല്ലാം കൂടെ പീഡിപ്പിക്കാൻ തുടങ്ങി.
എന്ന് വെച്ചാൽ ആദ്യത്തെ കുട്ടി ട്വിൻസ് ആണെങ്കിൽ അമ്മയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പ്രശ്നമായിരിക്കും, എന്തെങ്കിലും ആപത്ത് സംഭവിക്കും. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ആളങ്ങ് പേടിച്ച് എന്നോട് പറയാനും നിവൃത്തിയില്ല. എന്നെ അറിയിച്ചതേ ഇല്ല ലാസ്റ്റ് വരയ്ക്കും. അറിയില്ല. അപ്പോൾ രവിയേട്ടൻ ആരെങ്കിലും ഹെൽപ്പില്ലാതെ പറ്റില്ല, അത്ര അന്യരുണ്ടെന്ന് പറഞ്ഞ് പറ്റില്ല. അങ്ങനെ രവിയേട്ടൻ അമ്മയ്ക്ക് ഞാൻ അറിയാതെ കത്തെഴുതി. എൻ്റെ അമ്മയ്ക്ക് കത്തെഴുതി. എൻ്റെ അമ്മയ്ക്ക് കത്തെഴുതി ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റുള്ളൂ, എനിക്കൊന്നും അറിയില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, രണ്ട് ട്വിൻസ് ആണെന്ന് പറയുന്നുണ്ട്, ഡയറക്ടറാണെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് പ്രസവത്തിന് വന്നേ പറ്റുള്ളൂ അമ്മയ്ക്ക് കത്തെഴുതി എന്നോട് പറയാതെ. അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ അപ്പോഴും ശരി അറിയുന്നില്ല. എന്നെ ഈ ശ്രീലാൻഡ് നഴ്സിംഗ് ഹോമിലായിരുന്നിട്ട് ഇപ്പോൾ അവിടെ ഒരുപാട് പൈസയാകും. പിന്നെ മറ്റവരൊക്കെ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആകും, അപ്പോൾ ഇവിടെ അത്ര വലിയ ഫെസിലിറ്റി ഉണ്ടാകും, അതുകൊണ്ട് എഗ്മോർ എന്ന് പറഞ്ഞാൽ വലിയ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അവിടെ കൊണ്ടാക്കാമെന്നും പറഞ്ഞ് ഇപ്പോൾ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം രാവിലെ എന്നോട് രവിയേട്ടൻ രാവിലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരെയ്ക്ക് പോകാൻ, നിൻ്റെ അമ്മ വരുന്നുണ്ടെന്ന്. പെട്ടെന്ന് എന്നോട് അമ്മ വരുന്നുണ്ടെന്ന്. ഞാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം, ഞാൻ കത്തയച്ചതാ വന്നു. നോക്കിയാണ് അമ്മയും അമ്മൂമ്മയും അമ്മയുടെ അമ്മയും കൂടെ രണ്ടുപേരും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടിയിട്ട് വന്നു. അപ്പോൾ അവരോടും ചട്ടം കിട്ടിയിട്ട് പറയരുതെന്ന്, എന്നോട് പറയരുതെന്ന്, ഇരട്ടയാളാണെന്നുള്ള കാര്യം പറയുന്നത് കൊണ്ട് അവരും വന്നില്ല. പക്ഷെ അമ്മയ്ക്ക് അത് എത്ര വയസ്സുണ്ട്? 33 വയസ്സേ ഉള്ളു എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ അമ്മ വന്ന് വളരെ ചെറുതിൽ അത് നോക്കുക, അതേ ഒരു ചെറുപ്പം ഇതാണ് വന്നിട്ട്. എൻ്റെ അമ്മ 15 വയസ്സിൽ എന്നെ പ്രസവിച്ചതാണ്. അമ്മയ്ക്ക് 33 വയസ്സായിട്ടുള്ളൂ. അതിൻ്റെതായിട്ടുള്ള ചാവല്യം അമ്മയ്ക്ക് ഉണ്ടിട്ടല്ലേ. അമ്മ വന്നിട്ട് അപ്പം അമ്മ ആദ്യം വരികയാണ് കേട്ടോ. അപ്പം അതുവഴി നമ്മൾ മിണ്ടുമൊന്നുമില്ല, കത്തെഴുതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ രവിയേട്ടൻ നിർബന്ധിച്ച് വിഷമിച്ച് പറഞ്ഞ കാരണം വന്നിരിക്കുകയാണ്, അമ്മയും കൂടെ വന്നിരിക്കുകയാണ്. അന്ന് ആദ്യം അമ്മ വന്ന് എന്നോട് ചോദിച്ചു, ശോഭേ രവി നിന്നെ അടിക്കുമോ എന്നാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ അമ്മയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. അച്ഛൻ നല്ലപോലെ, എൻ്റെ അച്ഛനല്ല, അമ്മ രണ്ടാമത് കല്യാണം കഴിച്ച രണ്ടാം അച്ഛനുണ്ടായത്. എൻ്റെ അച്ഛൻ ചെറുതിലെ എൻ്റെ 1.5 വയസ്സിൽ മരിച്ചു പോയതാണ്. അതിനുശേഷം അമ്മ കല്യാണം കഴിച്ചത്. ആ അച്ഛൻ ഭയങ്കര എപ്പോഴും വീട്ടിൽ അടിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് അമ്മയ്ക്ക്. നാട്ടിൻപുറത്ത് അങ്ങനെയാണല്ലോ, എപ്പോഴും അടിയൊക്കെയാണ്. ഒന്നെ രവി നിന്നെ അടിക്കുമോ എന്നാണ് ചോദിച്ചത് എന്നെ വന്നിട്ട്. അപ്പോൾ തന്നെ എനിക്ക് സങ്കടം വന്ന്. അമ്മയുടെ ആ ഒരു എന്നുവെച്ചാൽ ഈ അറിയില്ലല്ലോ രവിയേട്ടൻ എന്ത് വിട്ട ആളാ, സ്വഭാവം എന്താണെന്ന് അറിയില്ല, മോളെ കൊണ്ട് എന്ത് ചെയ്യുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ വേവലാതിയായിരുന്നു.